കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇൻസ്പെക്ടർ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാളെ. അച്ഛമ്മ ഇനി ഒന്നും പറയണ്ട. എന്തു പറയാനല്ലേ, ഇങ്ങനെ ഒരു മകനെ ഇനി അച്ഛമ്മയ്ക്ക് വേണമെന്നുണ്ടോ? അച്ഛമ്മയ്ക്ക് ഇനി വലിയച്ഛൻ മാത്രം മതി. വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം സാർ, കൊണ്ടുപോകും. കോൺസ്റ്റബിൾ, വിലങ്ങ് വയ്ക്കേ. എന്റെ ഈശ്വര, ഇങ്ങനെ പെട്ടുപോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാം? എങ്ങനെയൊന്ന് രക്ഷപ്പെടാം? അച്ഛനെന്ത് ഈ സമയത്ത് ഇവിടെ ഈ സ്റ്റോർ റൂമിൽ എന്തെടുക്കായിരുന്നു അച്ഛൻ? എന്റെ മുറിയിലിരുന്ന ഒരു പെട്ടി കാണാനില്ല. പണിക്കാരെങ്കിലും ഇവിടെ എടുത്ത് വെച്ചോ നോക്കാൻ വേണ്ടി വന്നതാ. നീ ഇവിടെ എന്തെടുക്കവരണേ? എന്തിനാ ആ കരിമ്പടം എടുത്ത് പൊതിച്ചോണ്ട് വന്നേ? നീ ഓടി ഇതിനകത്തേക്ക് കയറിയപ്പോ പുറത്തുനിന്ന് ആരാ വാതിൽ പൂട്ടിയേ? എന്താടാ പ്രശ്നം? നന്ദി ഭഗവാനെ, രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. വഴുതേ അച്ഛന്റെ രൂപത്തിൽ മുന്നില്. താങ്ക് യു ദൈവമേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് മോഷ്ടിച്ചിട്ടുള്ള വരവായത്? പറയടാ. അതെന്തെങ്കിലും ഓട്ടച്ചാ, അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അന്ന് ആ ബോണ്ട് പേപ്പറിൽ അച്ഛൻ എഴുതിയത് ആരുടെ പേരാ? എന്റെ പേരോ അതോ ദേവന്റെ പേരോ? അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലടാ, നിന്റെ പേര് തന്നെ എഴുതിയേ. എനിക്ക് വിശ്വാസം പോരാച്ചാ. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. നിനക്ക് വിശ്വാസമില്ലാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? വിശ്വസിപ്പിക്കച്ചാ. അച്ഛൻ എന്റെ ഭാവിയാണ് വലുതെന്നും എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുമെന്നും തെളിയിക്കാനുള്ളൊരു അവസരമാണിത്. ഇനി അച്ഛൻ തീരുമാനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. ബന്ധമില്ല, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ബന്ധമൊക്കെ ഉണ്ടച്ചാ. എനിക്ക് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെയൊക്കെ അച്ഛൻ ചെയ്തിരിക്കണം. പുറത്ത് വാതിൽ തുറക്കുമ്പോൾ ഈ കിടക്കുന്ന കരിമ്പിടവും പുതച്ച് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പറയണം. എന്താ വരണ നീ പറയുന്നേ? നിന്റെ അച്ഛനല്ലടാ ഞാൻ. അതുകൊണ്ട് മാത്രമാണ് അച്ഛന്റെ സത്യസന്ധത തെളിയിക്കാൻ ഞാൻ ഒരു അവസരം ചെല്ലച്ചാ. കോൺസ്റ്റബിൾസ്, പിടിച്ചോണ്ട് വാ.
ഇങ്ങോട്ട് കൊണ്ടുപോവനെ. ഒരു മിനിറ്റ്. കള്ളൻ അച്ഛന്റെ മുറിയിൽ നിന്ന് ഓടിയിറങ്ങി പോയ സമയത്ത് ഞാൻ അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാളുടെ വിരലിൽ നിന്ന് ഈ മോതിരം ഊരിപ്പോയി. അത് ഞാനിങ്ങ് എടുത്തന്നേ ഉള്ളൂ. കള്ളനെ കിട്ടിയ ശേഷം ഇനി മോതിരം എന്തിനാണ്? കൊണ്ടുപോയിക്കോ സാറേ. വരട്ടെ, നിക്ക്. ചെറിയച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്നല്ലേ ഡേവിഡിന്റെ മനസ്സ് പറയുന്നത്? ശരിക്കും ചെറിയച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോതിരം ചെറിയച്ഛൻ്റെതായിരിക്കണം. ഈ മോതിരം ഊരിയതിനു ശേഷം ഇത്രയും നാളെ വിരലിൽ കിടന്നതുകൊണ്ട് കയ്യിൽ ഇതിന്റെ പാട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇവളെ സഹിക്കാൻ വയ്യാണ്ടായല്ലോ. ഓരോ ചുവടിലും ഇവളിപ്പോ എനിക്ക് തടസ്സമാണ്. ചെറിയച്ഛൻ്റെ വിരലുകളൊന്ന് കാണിക്കാൻ പറ്റുമോ? എന്തിനാ മടിക്കുന്നത്? അപ്പൊ ചെറിയച്ഛനല്ല. ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാ ചെറിയച്ഛൻ കരിമ്പടം പൊതിച്ചു വന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയാ ചെറിയച്ഛൻ സ്വയം കുറ്റമേറ്റെടുത്തത്? എന്നോട് ക്ഷമിക്കണം ജഗന്നാഥ. എനിക്കും സംശയമുണ്ടായിരുന്നു. ജഗന്നാഥന് ചേട്ടനോട് അത്രയേറെ സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ കരിമ്പടം മാറ്റിയതും ജഗന്നാഥനെ കണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു.
അതേസമയം സത്യത്തിൽ ആ കരിമ്പടത്തിന്റെ പുറകിൽ ആരായിരുന്നു എന്ന് എത്രയും വേഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ ദാസേട്ടന്റെ ജീവന് അപകടം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അതാരാണെന്ന് പറയൂ ജഗന്നാഥ. അതൊന്നും വേണ്ടല്ലോ അമ്മേ. ചെറിയച്ഛൻ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട. ഒന്നുകൂടി ഒന്ന് പരിശ്രമിച്ച ശരിക്കുള്ള കള്ളൻ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ ശരിക്കുള്ള കള്ളൻ എന്തായാലും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, എല്ലാവരുടെ വിരലുകളും പരിശോധിക്കാം. കള്ളൻ ആരാണെങ്കിലും അയാളുടെ കയ്യിൽ മോതിരം ഉണ്ടാവില്ല. അതിന് പകരം മോതിരം ഉണ്ടായിരുന്നതിന്റെ അടയാളം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ വീടിനകത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയേറെ ദുഷ്ടരായ മനുഷ്യരുണ്ടെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരത്തേക്ക് നമ്മളെല്ലാരും ചെറിയച്ഛനെ തെറ്റിദ്ധരിച്ചില്ലേ? അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടായാലോ? അത് ഞാനോ അച്ചമ്മയോ ആര് വേണമെങ്കിലും ആവാം. ശരിയാണ് ചേട്ടാ. ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും വിരലുകളും പരിശോധിക്കണം. ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇന്ന് കള്ളൻ ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. നീയല്ലേ ആള്? എനിക്കെല്ലാം മനസ്സിലായി. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്രാവശ്യം എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരുമെന്ന് നോക്ക്. കൈയൊന്ന് കാണിക്കു വരണേട്ടാ. ഒന്ന് കാണിക്കേ.
അപ്പൊ നീയായിരുന്നല്ലേ അത്? വല്യച്ഛന്റെ മുറിയിലേക്ക് വരണിട്ട് എന്തിനാ വന്നേ? ഈ മുറിയിലേക്ക് വേറെ ആരും വരാൻ പാടില്ലാത്തതല്ലേ? വെറുതെ വന്നതാടാ, മുറി മാറി കയറിപ്പോയത്. ചെയ്യാത്ത തെറ്റ് സ്വന്തം ചുമലിൽ ചെറിയച്ഛൻ ചുമന്നപ്പോ തന്നെ അത് മിക്കവാറും നിനക്ക് വേണ്ടിയായിരിക്കും എനിക്ക് തോന്നിയതാ. പക്ഷേ തെളിവും കൂടി വേണമല്ലോ. പറയടാ, എന്ത് കാര്യത്തിനാ നീതി ചെയ്തേ? നന്ദിയില്ലാത്തവന് എത്ര വലിയ ദ്രോഹം അത്. ദൈവത്തെ പോലെ നമുക്കെല്ലാം വഴികാട്ടിയായിരുന്നു. നല്ലൊരു മനുഷ്യനല്ല നീ ഒരേ കിടപ്പാക്കിയത്. എന്റെ ചേട്ടൻ നിനക്ക് എന്ത് ദ്രോഹാണ് ചെയ്ത്? സ്വന്തം മോനെ പോലെ സ്നേഹവും സ്വാതന്ത്ര്യം നിനക്ക് തന്നതിനുള്ള പ്രതിഫലാണോ? എടാ, നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് എന്റെ കുഞ്ഞിനെയാണല്ലോ ഞാൻ സംശയിച്ചത്. എടാ, നിന്റെ വല്യച്ഛൻ നിനക്ക് എന്ത് കുറവ് വരുത്തിയിട്ടാണ് നീ ഈ പാതകം ചെയ്തത്? സ്വന്തം മോനെ പോലും മാറ്റി നിർത്തി നിന്നെ സിംഹാസനത്തിലേറ്റാൻ തീരുമാനിച്ചവനല്ലായിരുന്നോ? ആ അവനെയാണോ നീ കൊല്ലാൻ നോക്കിയത്? അവനെ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നിയടാ? എന്തിനാന്ന് ചോദിച്ചാൽ അവൻ എന്തുത്തരം പറയാനാ? ഇങ്ങനൊരു നീചനെ ഇനി ഒരു ക്ഷണം പോലും ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. ഇവൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ. കോൺസ്റ്റബിൾസ്, പിടിച്ചോണ്ട് വാ അവനെ. എന്നോട് ക്ഷമിക്കണം കൗസല്യടുത്തി. അങ്ങനെ ഒരു ദുഷ്ടന് ജന്മം നൽകിക്കൊണ്ട് ഞാൻ ഈ കുടുംബത്തോട് കാണിച്ചത് വലിയൊരു ചതിയാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ജഗന്നാഥ? അവന് ജന്മം നൽകിയെന്ന് കരുതി അവന്റെ ബുദ്ധിയെ മാറ്റാൻ കഴിയില്ലല്ലോ. ചെറിയച്ഛൻ ആരാന്നുള്ളത് ഞങ്ങൾക്കറിയാം. വരുൺ ചെയ്തത് ചെറിയൊരു തെറ്റല്ല. അതുകൊണ്ട് അവൻ ശിക്ഷ അർഹിക്കുന്നു.
തൽക്കാലം ചെറിയച്ഛൻ ഇതിന്റെ പേരിൽ വിഷമിക്കരുത്. അത് ശരിയാ ചെറിയച്ച. വരനേട്ടനെ കുറിച്ച് ചെറിയച്ചൻ ഓർക്കണ്ട. നടന്നതൊന്നും ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. വരനേട്ടൻ നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ.